നാസർ കൊളായി, അതായത് UDFിൻ്റെ കൺവീനർ, അടൂർ പ്രകാശ് എന്നുള്ളതല്ല, UDFിൻ്റെ കൺവീനറാണ് ഇത്തരത്തിൽ പുറത്തെത്തി രാഹുലിന് പോലും ഒരു പരിധി, അതായത് മാങ്കൂട്ടത്തിന് പോലും ഒരു പരിധി വിട്ട് പുറത്തെത്തിയ ഓഡിയോ സംബന്ധിച്ച് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറയാനാകുന്നില്ല. അപ്പോഴാണ് നിസ്സംഗം അദ്ദേഹം പറയുന്നത് അതൊക്കെ AI ചിത്രങ്ങൾ ആയിരിക്കാം, അല്ലെങ്കിൽ മീൻസ് AIയുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഇടപെടൽ കൊണ്ട് രൂപപ്പെടുത്തിയതായിരിക്കാമെന്ന സൂചന നൽകുന്നത്. അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടം നഷ്ടപരിഹാരത്തിന് പോകണ്ടേ? രാഹുൽ മാങ്കൂട്ടം പോലും അത് ചെയ്തില്ല. അപ്പോൾ UDF കൺവീനർ പറഞ്ഞ ആ ഗുരുതരമായ വീഴ്ച അതടക്കം ഇതിലെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ കൂടി, നൈതിക രാഷ്ട്രീയ പ്രശ്നങ്ങൾ കൂടി കാണണം. ശ്രീ നാസർ കൊളായി. തീർച്ചയായും അജിംഷാദെ, ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ആരോപണം ഉയർന്നു വന്ന കാര്യങ്ങൾ സത്യമാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിന് അക്ഷരാർത്ഥത്തിൽ കൈകാലുകൾ ബന്ധിക്കപ്പെട്ടപ്പോ, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ബന്ധിക്കപ്പെട്ടപ്പോ, രാഹുലിന് അനുകൂലമായി സൈബർ ഇടങ്ങളിൽ വന്നിരുന്നത് മുഖമില്ലാത്ത ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗുണ്ടാപ്പടയാണ്, സൈബർ ഗുണ്ടാപ്പടയാണ്. അതെ, ഞാൻ വിധേയനായി എന്ന് മാത്രമല്ല, ഞാനിപ്പോ 3-5 സൈബർ കേസുകൾ ഇപ്പൊ നിലവിലുണ്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോ എന്ത് തമ്മാടിത്തവും ഇവർ വിളിച്ചു പറയും, അതിന്റെ ഏറ്റവും ക്രൂരമായ രൂപത്തിൽ അനുഭവിച്ചവനാണ് ഞാൻ. അതുകൊണ്ട് അതിന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അങ്ങനെയുള്ളവരായിരുന്നു വന്നിരുന്നതെങ്കിൽ, മാത്രമല്ല ഇതിനെ ശരിയായ രീതിയിൽ കണ്ട് ഒരു സ്ത്രീ എന്ന നിലയിൽ ഇതിനെതിരെ പ്രതികരിച്ചിട്ടുള്ള ഉമാ തോമസ് MLAക്കെതിരെ ഇവരുടെ സൈബർ ഗുണ്ടകളുടെ വൃത്തികെട്ട പൂരത്തെറികള് ഈ കേരളം കണ്ടതാണ്, വായിച്ചറിഞ്ഞതാണ്. പക്ഷേ അന്നൊന്നും ന്യായീകരിക്കാൻ കോൺഗ്രസിന്റെ ആരും വന്നിരുന്നില്ല. ഇന്ന് കോൺഗ്രസ് നേതാവ് മാത്രമല്ല, UDFിന്റെ ചെയർമാൻ കൂടിയായ അടൂർ പ്രകാശ് രംഗത്ത് വന്നിരിക്കുന്ന ഏറ്റവും തമാശയായി തോന്നുന്നത് AI എന്ന പ്രയോഗമാണ്. സാധാരണഗതിയിൽ ഈ പ്രയോഗം ഉണ്ടാവുക കോൺഗ്രസ് രാഷ്ട്രീയത്തിലാണ്, Aയും Iയും. ഇതിലും സത്യത്തിൽ അങ്ങനെയുണ്ട്. A വിഭാഗം രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി പ്രതികരിക്കാൻ ശ്രമിക്കുമ്പോൾ I വിഭാഗത്തിലുള്ള ചിലരെങ്കിലും ഇപ്പോഴും പ്രതിരോധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു നേതൃനിര വളരെ ശക്തമായി രംഗത്തുണ്ടത്രേ, ഈ സതീശനും ഷാഫി പറമ്പിലും അടക്കുന്ന ഈ കൂട്ടുകെട്ടുകൾക്കെതിരെ. ഉണ്ട്. അതിലും AI ഗ്രൂപ്പുകളുണ്ട് എന്നുള്ളത് വളരെ വ്യക്തം, കൃത്യം. അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ ഇത് ഈ കഥയിലെ വില്ലൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പോലും ഈ ശബ്ദം തന്റേതല്ല, അത് കൃത്രിമമായി ഉണ്ടാക്കിയതാണ് എന്ന് ഇന്ന് വരെ പരാതിപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കണ്ടേ? ഇത് കൊണ്ടുവന്നിട്ടുള്ള ചാനലുകൾക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കണം. പകരം ഇവരെന്താ ചെയ്തിട്ടുള്ളത്? സന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്, റിപ്പോർട്ടർ ചാനലാണ് കൈരളിയോടൊപ്പം തന്നെ ഇതിന്റെ ശബ്ദരേഖകൾ ആദ്യം പുറത്തേക്ക് വിട്ടിട്ടുള്ള ഒരു ചാനൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ റിപ്പോർട്ടർ ചാനലിന്റെ ലേഖകരെ ആക്രമിക്കാനും അവരുടെ റിപ്പോർട്ടർ ചാനലിൽ കരിയോയിൽ ഒഴിച്ച് അവരതാക്കാനും നാസർ കൊളായി ഏത് വിഷയം ഇത്തരത്തിൽ കൈരളി ന്യൂസ് പുറത്തു കൊണ്ടുവരുമ്പോഴൊക്കെ, അത് VD സതീശനാകട്ടെ, രാഹുൽ മാങ്കൂട്ടത്തിലാകട്ടെ, ഷാഫി പറമ്പിലാകട്ടെ, കൈരളി ന്യൂസിനെതിരെ വളരെ ആക്രോശം പരസ്യമായി മൈക്കിന് മുമ്പിൽ, ക്യാമറയ്ക്ക് മുന്നിൽ ചെയ്തത് താങ്കൾ കേട്ടിട്ടില്ലേ? അതെ, മാധ്യമ പട ഇതിനെക്കുറിച്ച് ചോദ്യം ചെയ്യുമ്പോൾ മൈക്കൊക്കെ നോക്കിയിട്ട് ഇത് കൈരളി ചാനലാണല്ലേ, കൈരളി ചാനലിന് മറുപടി പറയുന്ന പണിയല്ലേ ഞങ്ങൾക്ക്, കൈരളി ചാനല് ആ ഉദ്ദേശമൊക്കെ മനസ്സ് വെച്ചാൽ മതി എന്ന് അവർ കടന്നാക്രമിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അത് സ്വാഭാവികമാണ്. കൈരളി എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിന്റെ ഒരു പരിധി വിട്ടപ്പോൾ മുഖ്യമന്ത്രിക്ക് പോലും പരസ്യമായി പറയേണ്ടി വന്നു. എന്താണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് കൈരളിയാകട്ടെ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നതിലേക്ക് പോകുന്നത് പ്രതിപക്ഷം എന്ന് മുഖ്യമന്ത്രി? കൈരളി ആകട്ടെ, കൈരളിയുടെ ചോദ്യത്തിൽ അർത്ഥമില്ല, അത് CPMന്റെ ചാനലാണ്, അവർ ചോദിക്കുന്നതിൽ അർത്ഥമില്ല എന്നൊക്കെ പറഞ്ഞ് ഇതുവരെ കൈരളിയെ ഒറ്റപ്പെട്ട് ആക്രമിച്ചിരുന്നപ്പോ ഈ സത്യം വെളിപ്പെട്ട് തുടങ്ങിയ എല്ലാ ചാനലുകളും, ഒരുവിധം ചാനലുകളൊക്കെ, റിപ്പോർട്ടറും മലയാളം ചാനലും അടക്കമുള്ള ചാനലുകളൊക്കെ കടന്ന് ആക്രമിക്കാൻ തുടങ്ങിയപ്പോ എന്തിനധികം UDF പത്രമായ മനോരമ, UDF ചാനലായ മനോരമക്ക് പോലും സത്യം പറയേണ്ടി വന്ന സമയത്താണ് റിപ്പോർട്ടർ ചാനലിൽ അടക്കമുള്ള കയ്യേറ്റം നടക്കുന്നത്. അതിനെതിരെ പോലും പരാമർശിക്കാൻ ഈ UDF അനുകൂല വാർത്തകൾ, റിപ്പോർട്ടർ ചാനലിനെ കുറിച്ച് നമുക്ക് പല അഭിപ്രായ വ്യത്യാസമുണ്ട്. UDFന് അനുകൂലമായ വാർത്തകൾ കൊടുത്തിരുന്ന അഭിപ്രായ വ്യത്യാസം ഒക്കെ നിലവിലിരിക്കുന്നുണ്ട്. അതൊരു മാധ്യമം എന്നുള്ള നിലക്ക് നമ്മൾ ആ രൂപത്തിൽ പ്രതികരിക്കാറുണ്ട്. പക്ഷേ റിപ്പോർട്ടർ ചാനലിന്റെ ഉള്ളിൽ ഒരു പീഡനം നടന്നു എന്നൊക്കെ രൂപത്തിൽ കഴിഞ്ഞ 2-3 ദിവസമായി ഇവർ നടത്തിക്കൊണ്ടിരുന്നു. ഇപ്പോ അതിലുള്ള പെൺകുട്ടി തന്നെ നേരിട്ട് വന്നിട്ട്, എന്താണ്, അഞ്ജന അനിൽകുമാർ, അവർ പറഞ്ഞല്ലോ ഈ റിപ്പോർട്ടർ ചാനൽ ഇതിനകത്തൊരു വിഷയം ഉള്ളതെന്ന് പറഞ്ഞാൽ,
ഈ മറ്റ് ആരോപണങ്ങൾ, മറ്റ് നിരവധി പ്രശ്നങ്ങളൊക്കെ, പരാതികൾ, ആരോപണങ്ങളൊക്കെ വിവിധ സ്ഥാപനങ്ങൾക്കെതിരെ വന്നിട്ടുണ്ട്, വിവിധ വ്യക്തികൾക്കെതിരെ വന്നിട്ടുണ്ട്, വിവിധ രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെ. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയം ഇതിൽ നിന്നൊക്കെ വ്യതിരിക്തമാണ്. കാരണം ഇത് തെളിവാണ്. അതാണ് എം വി ഗോവിന്ദ മാസ്റ്റർ, നിങ്ങളുടെ നേതാവ് പറഞ്ഞത്, ഇത് ആരോപണമല്ല, ഇത് തെളിവുകളാണ് പുറത്തു വന്നത്, അല്ലേ? തെളിവുകളാണ്. മാത്രമല്ല അജിംഷാ, ഇതിലൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ ഞാൻ മുമ്പ് ചർച്ചയിൽ ഒരിക്കൽ പങ്കെടുത്ത് പറഞ്ഞതുപോലെ PT തോമസിന്റെ കാലത്ത് മുതൽ ഈ സംഗതികൾ വരുന്നുണ്ട്. പക്ഷേ അതിൽ ഒരു വില്ലനും ഒരു ഇരയാക്കപ്പെട്ട ഒരു സ്ത്രീയുമാണ് ഉണ്ടാകുക. അത് ചിലപ്പോ വ്യാജ ആരോപണങ്ങൾ ഉണ്ടാവാറുണ്ട്, കൃത്യമായ ആരോപണങ്ങൾ ഉണ്ടാവാറുണ്ട്. സാധാരണ ഇത്തരം കേസുകളിൽ ഒരാള് ഒരു വില്ലൻ അല്ലെങ്കിൽ ഒരു പുരുഷൻ ഒരു സ്ത്രീയാണ് ഉണ്ടാകുക. ഇത് അങ്ങനെയല്ല, കൂട്ടത്തോടെയാണ്. ഇപ്പൊ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം എവിടെ എത്തി നിൽക്കുന്നത്? 2020 മുതലുള്ള ഡിജിറ്റൽ തെളിവുകളുണ്ട്. 2020 മുതൽ ഇങ്ങനെ വ്യാപകമായിരുന്നു. ഒരു MLA അതെ, ഇപ്പൊ പറയുന്നത് ക്രൈംബ്രാഞ്ച് ഗർഭചിത്ര കേസുമായി ബന്ധപ്പെട്ട 2 തെളിവുകൾ അവരുടെ കയ്യിൽ കിട്ടി എന്ന് പറയുന്നു. ആശുപത്രികളിൽ ഇതുമായിട്ടുള്ള അന്വേഷണം നടക്കുന്നു എന്ന് പറയുന്നു. അത് ആശുപത്രിയിൽ നടക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ആശുപത്രിയിൽ പോയിട്ട് ഗർഭചിത്രം നടത്തിയതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ നേരത്തെ നമ്മൾ കേട്ട മറ്റൊരു കാര്യമുണ്ട്. ഒരു ഇര പറയുന്നത്, സംസാരിക്കുന്നത് നമ്മൾ കേട്ടു. നീ പറഞ്ഞിരുന്ന ആ ഗുളിക ഞാൻ കുടിച്ചിരുന്നെങ്കിൽ അതിന് രക്തസ്രാവം ഉണ്ടാകുമായിരുന്നു. അപ്പോ മറ്റോ പറയുന്ന എന്താണ് രാഹുൽ? അതൊരു ഡോക്ടർ പറഞ്ഞിട്ടാണ്. അപ്പൊ ഏതോ ഡോക്ടർ ഏതോ നിർദ്ദേശിച്ച ഗുളിക ഇങ്ങനെ പീഡിപ്പിക്കപ്പെട്ട ഗർഭിണിയായ ഒരു പെൺകുട്ടിക്ക് കൊടുത്തതിന്റെ തെളിവുകൾ അത് തീർത്തും അശാസ്ത്രീയമാണ്. ഇതിൽ മനസ്സിലാക്കേണ്ടത് ഗർഭചിത്രം അനുവദിക്കപ്പെട്ടത് പോലും വളരെ ഗൗരവമാണ്. ഗർഭചിത്രം അനുവദിക്കപ്പെട്ടത് പോലും അതിന് കൃത്യമായ ചിട്ടവട്ടങ്ങളും നിയമാവലികളും ഉണ്ട്. ആശുപത്രികൾ ഇത് അംഗീകരിക്കെങ്കിൽ തന്നെ ഒരുപാട് പ്രശ്നമുണ്ട്. അല്ലാതെ നടക്കുന്നത് ജീവൻ നഷ്ടപ്പെടും. വയറ്റിലുള്ള ഗർഭസ്ഥ ശിശുവിന്റെ അമ്മയുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ആ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ഒരു പെൺകുട്ടി രാഹുലിനോട് ചോദിക്കുന്നത്, നീ ഇന്നലെ പറഞ്ഞിരുന്നത് പ്രകാരം ഞാൻ ആ ഗുളിക കഴിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആ മരുന്ന് കഴിച്ചിരുന്നെങ്കിൽ അപകടം വരില്ലായിരുന്നോ എന്ന് ചോദിക്കുന്നു. അപ്പം അശാസ്ത്രീയമായി ആശുപത്രിയിൽ പോകാതെ നേരത്തെയും ഗർഭചിത്രങ്ങൾ നടത്തിയിട്ടുണ്ട്. അതാണ് ഇത് ഒരു പെൺകുട്ടിയിലും ഒരു സ്ത്രീയിലും അല്ല അവസാനിക്കുന്നത്. നിരന്തരമായി നടത്തുന്ന പീഡനം. അതാണ് നിരന്തരമായി ഇങ്ങനെ അശാസ്ത്രീയമായ ഗർഭഛിദ്ര മാർഗങ്ങൾ പൊതിഞ്ഞ് ഗുളികകളാക്കിക്കൊണ്ട് നടക്കുകയാണ് ഒരു MLA. നോക്കൂ, അത്ഭുതം തോന്നുന്നു കേരളത്തെ സംബന്ധിച്ച്.